എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര തീരെ ചേർത്തിട്ടില്ല കേട്ടോ. അതിന് പകരം ഞാൻ ഈത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയ അന്നത്തേനേക്കാളും കൂടുതൽ ടേസ്റ്റ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കൂടി വരും കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും തോറും വളരെ നന്നായിട്ട് ടേസ്റ്റ് ആവും. ഒരു 4 ദിവസമെങ്കിലും ഇത് പുറത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലി കറുത്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നന്നായി പഴുത്തുന്നേ ഉള്ളൂ, പക്ഷേ തൊലി നന്നായിട്ട് കറുത്ത് വന്നതുകൊണ്ടാണ് ഇതേപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴങ്ങൾ കളയാതെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിന് മധുരത്തിന് ആവശ്യത്തിനായിട്ട് ഞാനൊരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കുരു കളഞ്ഞിട്ട് വെക്കാം. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണം. അപ്പോൾ നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കാനായിട്ട് വെള്ളമൊന്നും വേറെ ഉപയോഗിക്കണില്ല, അല്ലെങ്കിൽ പാലമൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. ഇതിലേക്ക് ആദ്യം നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈത്തപ്പഴം മുകളിലേക്ക് ഇടുമ്പോൾ നേന്ത്രപ്പഴം അരഞ്ഞ് വരുംതോറും ഈത്തപ്പഴം കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. ഒന്നും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഓവനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാമല്ലോ. 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ആദ്യം ഒന്നിലിട്ടിട്ട് പിന്നെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്ലഫിയായി വരുന്ന സമയം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുണ്ടല്ലോ, ഈത്തപ്പഴം നേന്ത്രപ്പഴമൊക്കെ അരച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. എനിക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ ഒക്കെ കറക്റ്റായി കിട്ടാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്തെടുത്താൽ മതി. കേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നൊക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 280 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റോളം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചസാര ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, നന്നായിട്ട് മുകളിലൊക്കെ അങ്ങനെ ക്രാക്ക് വന്നിരിക്കണ കണ്ടില്ല, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആറിയതിന് ശേഷം ഇത് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പിന്നെ ഡേറ്റ്സ് നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഡേറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിലും ആ പഴത്തിൻ്റെ ആ ഒരു ചെറിയ പുളിമധുരം മാത്രം മതി എന്ന് വെച്ചാൽ അങ്ങനെയും നമുക്ക് ഇത് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കേക്കാണ്. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ ഉണ്ടാക്കിയ കേക്ക്സൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കുന്ന നേരത്തെ അത് റെഡിയാവാതെ പോവോ എന്നൊരു ഇതുകൊണ്ട് അവരുണ്ടാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കിയാൽ ഇതേപോലെയൊക്കെ നന്നായി കേക്ക് കിട്ടും. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കായിട്ടും കിട്ടും. പക്ഷേ പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടാതെയാണ് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേ വീട്ടിലുണ്ടാക്കുന്ന രീതി ഉമ്മൊക്കെ ഉണ്ടാക്കി കാണിച്ച് തരുന്ന രീതിക്ക് അനുസരിച്ച് പഠിച്ചു വന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അതിന് ഇടേണ്ട ഒരു ആവശ്യം
വന്നിട്ടില്ല. ഇനി കൂടുതൽ നമ്മൾ പാലൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടേണ്ട ആവശ്യം വരുമായിരിക്കും. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിലൊന്നും ഇട്ടിട്ടില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.